ആവണി! അലർച്ചയോടെ സുധീഷ് വിളിച്ചു. കപ്പിലേക്ക് ചായ പകരുകയായിരുന്നു ആവണി. പിന്നിൽ അവന്റെ അലർച്ച കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു. എന്താ സുധിയേട്ടാ? അമ്പരപ്പോടെ ആവണി ചോദിച്ചു. എന്താടി നിന്റെ ഉദ്ദേശം? ഇവിടെ കെട്ടിലമ്മയായി കഴിയാമെന്നാണോ നിന്റെ ഭാവം? പാഞ്ഞു വന്ന സുധീഷ് കൈവീശി അവളുടെ കരണത്ത് ആഞ്ഞടിച്ചു. ചോദ്യവും മടിയും ഒരുമിച്ച് കഴിഞ്ഞു. ഇടത് കവിളിൽ കൈപ്പൊത്തി ആവണി കാര്യം മനസ്സിലാകാതെ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എന്തിനാ എന്നെ തല്ലിയത്? ഞാൻ എന്താ ചെയ്തേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സുധിയേട്ടാ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മനസ്സിലാക്കി തരാൻ ഞാൻ നിനക്ക്, ദേഷ്യത്തോടെ അവൻ പറഞ്ഞു. ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? വീട്ടിൽ ആരുമില്ലാത്ത നേരം നോക്കി നീ നിന്റെ പഴയ കാമുകനെ വിളിച്ചു വരുത്തിയതൊക്കെ ഞാൻ അറിഞ്ഞു. എല്ലാ കാര്യവും അവനോട് നീ പറഞ്ഞു കൊടുത്തതും ഞാൻ അറിഞ്ഞു. എന്നിട്ട് ഒരു കണ്ണീർ നാടകം കൂടി നടത്തി എൻ്റെ അച്ഛനെയും നീ വശത്താക്കി. ആരോട് ചോദിച്ചിട്ടാടി നീ എൻ്റെയും ആര്യയുടെയും കാര്യം കൂടി അവനോട് മൊയിഞ്ഞു കൊടുത്തത്? എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് സുധിയേട്ടാ. അഖിലേഷേട്ടൻ ഇന്ന് ജോലിയിൽ ജോയിൻ ചെയ്യേണ്ട ദിവസമായിരുന്നു. നമ്മളെ രണ്ടുപേരെയും കണ്ടിട്ട് പോകാൻ കൂടിയാ വന്നത്, അല്ലാതെ പഴയ ബന്ധം പുതുക്കാനല്ല. ഇവിടെ വരെ വന്നതുകൊണ്ട് നടന്ന കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞെന്നേയുള്ളൂ. ആണുങ്ങൾ ആരും വീട്ടിലില്ലാത്തപ്പോഴാണോ കാണാൻ വരുന്നത്? അങ്ങനെ വന്നാ ആരുമില്ലെന്ന് കണ്ട തിരിച്ചു പോരണം, അല്ലാതെ അകത്ത് കയറ്റിയിരുത്തി വീട്ടിലെ കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ അറിയിക്കലല്ല. ഇനി ഇതൊരു പതിവാക്കില്ലെന്ന് ആര് കണ്ടു? നാളെ ഇനി അവനിനി ബെഡ്റൂമിൽ വിളിച്ചു കയറ്റില്ലെന്ന് എന്താ ഉറപ്പ്? അത് കേട്ട് ആവണിക്ക് ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ചു. നിങ്ങളുടെ സംസ്കാരം അതായിരിക്കും, അതുകൊണ്ടാ മറ്റുള്ളവരും അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. എല്ലാം അറിഞ്ഞുകൊണ്ട് അഖിലേഷേട്ടൻ എനിക്കൊരു ജീവിതം വെച്ച് നീട്ടിയിട്ടും ഞാൻ അത് വേണ്ടെന്ന് വെച്ചത് നിങ്ങളുടെ കൂടെ സുഖിച്ച് ജീവിക്കാനുള്ള വ്യാമോഹം മനസ്സിൽ വെച്ചിട്ടൊന്നുമല്ല. ഒരു രണ്ടാം കെട്ടുകാരിയായി അഖിലേഷേട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ താല്പര്യമില്ലാഞ്ഞിട്ടാ. നിങ്ങളുടെ കൂടെ ഒരു ജീവിതം ഈ ജന്മം ഉണ്ടാവില്ലെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. കഴിഞ്ഞതെല്ലാം മറന്ന് നമുക്ക് ഒരുമിച്ച് ജീവിതം തുടങ്ങാമാവണി. ഞാൻ കാരണം നിനക്കുണ്ടായ നഷ്ടങ്ങൾ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് നിങ്ങൾ പറയുമെന്ന് ഞാൻ കരുതി. പക്ഷേ എനിക്ക് തെറ്റുപറ്റി. നിങ്ങൾ ഒരിക്കലും മാറില്ല. പിന്നെ ഞാൻ അഖിലേഷേട്ടനോടൊപ്പം പോയ സമൂഹം എന്നെ മോശമായി ചിത്രീകരിക്കും. ഒരു തെറ്റും ചെയ്യാതെ നാട്ടുകാരുടെ പിഴ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഒരു പെണ്ണാണിൽ നിന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ശാരീരിക സുഖമല്ല, മറിച്ച് തൻ്റെ ഇണയിൽ നിന്നും സ്നേഹത്തോടെയുള്ള തലോടലും പ്രശ്നങ്ങളിൽ കൂടെ നിൽക്കാനും സങ്കടം വരുമ്പോൾ ചേർത്ത് പിടിച്ച് നിനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനും എന്തിനും ഏതിനും ഒപ്പം നിന്ന് പിന്തുണയ്ക്കുന്ന നട്ടലുള്ള ആണിനെയാ. ഈ കരുതലും സ്നേഹവും ഒന്നും നിങ്ങളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. അത് കിട്ടാൻ വേണ്ടി മറ്റുള്ളവരെ തേടി പോകുന്ന സ്വഭാവം എനിക്കില്ല. അഖിലേഷേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മരിക്കും വരെ എൻ്റെ നെഞ്ചിൽ അതൊരു നോവായി തുടരുക തന്നെ ചെയ്യും. പക്ഷേ വീട്ടിൽ ആളില്ലാത്ത സമയം പഴയ കാമുകനെ വിളിച്ചു വരുത്തി കിടക്ക പങ്കിടുന്ന സ്വഭാവം എനിക്കില്ല. നിങ്ങളോട് എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പോ അതുമില്ല. വെറുപ്പ് തോന്നുന്നു നിങ്ങളോട്, നിങ്ങളുടെ ഈ ചിന്താഗതിയോട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. നന്നായി സംസാരിച്ചു നിൽക്കാനും നിനക്കറിയാം. ഇനി വല്ലവന്റെയും കൊച്ചിന്റെ പിതൃത്വം ഏറ്റെടുക്കേണ്ട ഗതികേട് വരുവോ എനിക്ക്? പുച്ഛത്തോടെ സുധീഷ് പറഞ്ഞു. സുധിയേട്ട പ്ലീസ്, ഇത്രയും ചീപ്പാവരുത്. ഇനിയും നിങ്ങളോട് സംസാരിച്ചാ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോവും. എൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് കേട്ടു നിൽക്കാൻ ചിലപ്പോൾ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ അമൃഷം ഉള്ളിലൊതുക്കി അവൾ അവനെ അവഗണിച്ച് മുറിയിലേക്ക് നടന്നു. ആ സംഭവം കൂടി ആയപ്പോൾ ആവണിക്ക് സുധീഷിനോട് സംസാരിക്കാൻ തന്നെ തീരെ താല്പര്യമില്ലാതെയായി. അവസരം കിട്ടുമ്പോഴൊക്കെ സുധീഷ് അഖിലേഷിന്റെ കാര്യം പറഞ്ഞ് അവളെ കുത്തി നോക്കുന്നതും പതിവായി. അവൾക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. സുധീഷ് മുകളിലെ തന്റെ മുറിയിലായിരുന്നു. രാവിലത്തെ ജോലികളെല്ലാം ഒതുക്കിയ ശേഷം അവൾ മുകളിലേക്ക് ചെന്നു. ആവണി ചെല്ലുമ്പോൾ സുധീഷ് ലാപ്ടോപ്പിൽ ആര്യയുമൊത്തുള്ള പഴയകാല ഫോട്ടോസ് നോക്കിയിരിക്കുകയായിരുന്നു. സുധിയേട്ടാ, എനിക്ക് നിങ്ങളോട് അല്പം സംസാരിക്കാനുണ്ട്. അവൾ ബെഡിന്റെ അരികിൽ വന്നിരുന്നു. എന്താ കാര്യം? ലാപ്ടോപ്പിൽ നിന്നും മുഖമുയർത്താതെ അവൻ ചോദിച്ചു. കാര്യം കുറച്ച് സീരിയസ് ആണ്. ആ ലാപ്ടോപ്പ് കുറച്ചു നേരത്തേക്ക് മാറ്റിവെക്ക്. സുധീഷ് തല ഉയർത്തി അവളെ നോക്കി. ശേഷം ലാപ്ടോപ്പ് മടക്കി ബെഡിലേക്ക് വെച്ചു. എനിക്കും നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എന്തായാലും ആദ്യം നിനക്ക് പറയാനുള്ളത് കേട്ടിട്ടാവാം ബാക്കി. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. എത്ര നാളെന്ന് വെച്ചാ
നമ്മൾ ഇങ്ങനെ കഴിയുക? ഞാൻ കാരണം അഖിലേഷേട്ടൻ്റെ ജീവിതം തകരുന്നത് കാണാൻ എനിക്ക് വയ്യ. ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മാത്രമേ അഖിലേഷേട്ടന് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ആര്യ ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി അവളുടെ ഭർത്താവിനൊപ്പം സുഖമായി കഴിയുന്നു. നമുക്കും ഒരു ജീവിതം വേണ്ട സുധിയേട്ടാ. ഈ ജന്മം നിങ്ങൾക്ക് ആര്യയെയോ എനിക്ക് അഖിലേഷേട്ടനെയോ മറക്കാൻ കഴിയില്ല. നമുക്ക് ചുറ്റുമുള്ളവരെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും എല്ലാം ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വിധിയായി കണ്ട് സമാധാനിക്കാനാണ് എനിക്കിഷ്ടം. ഒരു ഭർത്താവിൽ നിന്നും ഒരു ഭാര്യ ആഗ്രഹിക്കുന്നതൊന്നും നിങ്ങളിൽ നിന്നും വേണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇനിയെങ്കിലും പരസ്പരം വഴക്കില്ലാതെ നല്ല സുഹൃത്തുക്കളെ പോലെയെങ്കിലും നമുക്ക് കഴിഞ്ഞൂടെ? പരസ്പരം വിഷമങ്ങൾ പങ്കുവച്ച് അന്യോന്യം സമാധാനിപ്പിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് കഴിഞ്ഞൂടെ? ഇനിയും എന്തിനാ ഈ വാശിയും ദേഷ്യവുമൊക്കെ? എല്ലാം മതിയാക്കിക്കൂടെ? ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ ഒരുക്കമാണ് സുധിയേട്ടാ. എന്താ നിങ്ങളുടെ അഭിപ്രായം? കഴിഞ്ഞോ നിനക്ക് പറയാനുള്ളത്? എങ്കിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. പ്രതീക്ഷയോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നമുക്ക് പിരിയാം ആവണി. നിന്റെ ജീവിതം ഞാൻ നശിപ്പിച്ചു എന്ന് ഒരു 100 ആവർത്തി നീ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇനി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്ന്. നീ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളോട് പൊരുത്തപ്പെടാൻ എനിക്ക് കഴിയില്ല. ശരിക്കും മടുത്തു എനിക്ക്. ഏത് നേരത്താണോ എനിക്ക് നിന്നെ കെട്ടാൻ തോന്നിയത്? അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. ഉള്ള സമാധാനം ഞാനായിട്ട് കളഞ്ഞു. എപ്പോഴും നീ പറയാറില്ലേ നിന്റെ ജീവിതം ഞാൻ നശിപ്പിച്ചുവെന്ന്. ഇനി ആ പരാതി വേണ്ട. അഖിലേഷ് ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. നിനക്കിനിയും അവസരമുണ്ട്. ഞാൻ കാരണം നിനക്ക് നഷ്ടമായതൊക്കെ തിരിച്ചു പിടിക്കാൻ സാധിക്കും. ഇപ്പോഴും താമസിച്ചു പോയിട്ടില്ല. സുധിയേട്ടാ. ഞെട്ടലോടെ ആവണി വിളിച്ചു. എനിക്ക് കുറച്ച് സമാധാനം വേണം. നീ എൻ്റെ ലൈഫിൽ വന്നതോടെ എല്ലാം പോയി. വഴക്ക് കൂടി എനിക്കും മതിയായി. എന്തുകൊണ്ടും നല്ലത് പിരിയുന്നത് തന്നെയാണ്. ഇതുവരെ നിന്റെ നേർക്ക് തെറ്റായൊരു നോട്ടം പോലും എൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ലല്ലോ. ഇങ്ങോട്ട് നീ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെയാ ഇപ്പോഴും. ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് നിന്റെ കാമുകനൊപ്പം സുഖമായി ജീവിക്കാലോ. നന്നായി ആലോചിച്ചിട്ട് തന്നെയാണോ ഈ തീരുമാനം എടുത്തത്? നടുക്കം വിട്ടുമാറാതെ ആവണി ചോദിച്ചു. അതെ, നന്നായി ആലോചിച്ച് തന്നെയാ. ഇനി നിന്റെ ഈ ഒടുക്കത്തെ പൂങ്കണ്ണീരും കുത്തുവാക്കും കേൾക്കേണ്ടല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അഖിലേഷേട്ടനെയും എന്നെയും ചേർത്ത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? അത് കേട്ട് ക്ഷമ നശിച്ചിട്ടാ ഞാൻ തിരിച്ചു പറഞ്ഞത്. പിന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ പിരിയാമെന്ന്. എത്ര എളുപ്പം നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ തന്നെയാണ് എന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിച്ചിട്ടത്. ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യാനും പറഞ്ഞു. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. പക്ഷേ ആവണിക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാവില്ല. ഒരു സമയം അഖിലേഷേട്ടനൊപ്പം ഒരു ജീവിതം ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അത് ഇല്ലാതാക്കിയത് നിങ്ങളാ. ഇനി എനിക്ക് കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് ഡിവോഴ്സ് ചെയ്തതെന്ന് പറഞ്ഞ് ആ പഴി കൂടി എൻ്റെ മേൽ വയ്ക്കരുത്. എല്ലാം നിങ്ങൾ തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്കൊന്നും പറയാനില്ല. പിരിയാൻ എനിക്കും സമ്മതമാണ്. നാളെ രാവിലെ റെഡി ആയിക്കോ. നാളെ തന്നെ നമുക്കൊരു അഡ്വക്കേറ്റിനെ പോയി കാണണം. അങ്ങനെ തന്നെ നടക്കട്ടെ കാര്യങ്ങൾ. ആവണി എഴുന്നേറ്റ് താഴേക്ക് പോയി. മുറിയിലെത്തിയതും ബെഡിൽ വീണവൾ പൊട്ടിക്കരഞ്ഞു. രാവിലെ തന്നെ ആവണിയും സുധീഷും അഡ്വക്കേറ്റ് ഹരിശങ്കറിനെ കാണാനായി പുറപ്പെട്ടു. യാത്രയിലുടനീളം ഇരുവരും ഒന്നും മിണ്ടിയില്ല. ഒടുവിൽ സുധീഷിന്റെ കാർ അഡ്വക്കേറ്റിന്റെ ഓഫീസ് കെട്ടിടത്തിന് മുന്നിൽ വന്ന് നിന്നു. ഡോർ തുറന്ന് ആവണിയും സുധീഷും ഇറങ്ങി. ശൂന്യമായ മനസ്സോടെ അവൾ അവന് പിന്നാലെ ചുവടുകൾ വച്ചു. അഡ്വക്കേറ്റ് ഹരിശങ്കറിന് മുന്നിൽ കുനിഞ്ഞ ശിരസ്സുമായി ആവണി നിശബ്ദമിരുന്നു. സുധീഷ് അഡ്വക്കേറ്റിനോട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 മാസമല്ല ആയുള്ളൂ? അഡ്വക്കേറ്റ് ഹരിശങ്കർ ചോദിച്ചു. അതെ സാർ, സുധീഷ് മറുപടി പറഞ്ഞു. 1 വർഷം കഴിഞ്ഞാൽ മാത്രമേ കുടുംബ കോടതിയിൽ ഡിവോഴ്സിന് അപേക്ഷിക്കാൻ കഴിയൂ. നിങ്ങൾ രണ്ടുപേരും പിരിയാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്ക് എന്തായാലും പെറ്റീഷൻ തയ്യാറാക്കി വെക്കാം. 6 മാസം കൂടി കഴിഞ്ഞാൽ കോടതിയിൽ സമർപ്പിക്കാം. 3 കൗൺസിലിംഗ് ഒക്കെ ഉണ്ടാകും. നന്നായി ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ. എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കരുത്. നന്നായി ആലോചിച്ച് തന്നെയാണ് സാർ ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചത്. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാക്കി തരണം. എത്ര ചിലവായാലും കുഴപ്പമില്ല. താനെന്താ ഒന്നും മിണ്ടാത്തത്? തനിക്ക് ബന്ധം പിരിയുന്നതിനോട് താല്പര്യക്കുറവുണ്ടോ? അഡ്വക്കറ്റ് ആവണിയോട് ചോദിച്ചു. ആവണി മുഖമുയർത്തി അയാളെ നോക്കി. എനിക്ക് സമ്മതമാണ് സാർ.
എല്ലാം നിങ്ങൾ തീരുമാനിച്ചോളൂ. എനിക്കിതിൽ അഭിപ്രായം പറയാൻ അറിയില്ല. ഡിവോഴ്സ് ചെയ്യാൻ എനിക്കൊരു താല്പര്യക്കുറവുമില്ല. ആവണി ഉറച്ചു സ്വരത്തിൽ പറഞ്ഞു. രണ്ടു പേർക്കും എതിർപ്പൊന്നുമില്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ ഒരു മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ നമുക്ക് കോടതിയിൽ സമർപ്പിക്കാം. പെറ്റീഷൻ എഴുതി തയ്യാറാക്കിയ ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാം. രണ്ടുപേരും വന്ന് സൈൻ ചെയ്തോളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സ്പീഡാക്കാം. ശരി സാർ, സുധീഷ് പറഞ്ഞു. അഡ്വക്കറ്റിനോട് സംസാരിച്ച് കഴിഞ്ഞ ശേഷം ഇരുവരും പുറത്തിറങ്ങി. എന്നെ കൊച്ചച്ഛൻ്റെ വീട്ടിലിറക്കാമോ? അച്ചമ്മ അവിടെയാ ഉള്ളത്. എൻ്റെ വീട്ടിൽ നിന്നും അച്ചമ്മയെ എൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ കൊച്ചച്ഛൻ തിരിച്ച് കൊച്ചച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. എനിക്ക് അച്ചമ്മയെ ഒന്ന് കാണണമായിരുന്നു. എന്നെ അവിടെ ഇറക്കിയാൽ മതി. തിരികെ ഞാൻ ഓട്ടോയിൽ വന്നോളാം. മടക്കയാത്രയിൽ ആവണി സുധീഷിനോട് പറഞ്ഞു. ആ ശരി. സുധീഷ് അവളെ ഗണേശൻ കൊച്ചച്ഛൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ ഇറക്കിയ ശേഷം കമ്പനിയിലേക്ക് പോയി. ശൂന്യമായ മനസ്സോടെ ആവണി ഗണേശൻ്റെ വീട്ടിലേക്ക് നടന്നു. അവിടെ അവളെ വരവേറ്റത് നടുക്കുന്ന സത്യങ്ങളായിരുന്നു. ആവണി ചെല്ലുമ്പോൾ പൂമുഖത്ത് ചാരുകസേരയിൽ അച്ചമ്മ കിടക്കുന്നത് കണ്ടു. അച്ചമ്മേ, അവൾ നീട്ടി വിളിച്ചു. അവളുടെ ശബ്ദം കേട്ട് അവർ കണ്ണുകൾ തുറന്നു. ആവണിയുടെ വരവ് അവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കയറി വാ, അവർ അവളെ ക്ഷണിച്ചു. ആവണി വരാന്തയിലേക്ക് കയറിയിരുന്നു. അച്ചമ്മയ്ക്ക് സുഖമാണോ? ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ എന്താ പതിവില്ലാതെ ഈ വഴിക്ക്? അവർ ചോദിച്ചു. അച്ചമ്മയെ കാണാൻ വേണ്ടിയാ ഞാൻ വന്നത്. എന്താ വിശേഷിച്ച്? തെല്ലും ആകാംക്ഷയോടെ അവർ ആരാഞ്ഞു. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അത് പിന്നെ അച്ചമ്മേ, സുധിയേട്ടൻ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. വക്കീലിനെ കണ്ടിട്ട് വരുന്ന വഴിയാ. ഒരാഴ്ചക്കുള്ളിൽ ഡിവോഴ്സ് പെറ്റീഷൻ തയ്യാറാക്കിയിട്ട് വിളിക്കാമെന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത്. ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ വീട്ടിൽ തുടരേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. 6 മാസം കഴിഞ്ഞാൽ കോടതിയിൽ പെറ്റീഷൻ സമർപ്പിക്കും. അമ്മയുടെ അടുത്തേക്ക് പോകാനുള്ള ധൈര്യമില്ലാഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അച്ചമ്മ കൂടെ വരികയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കാം. പിന്നീട് അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം അങ്ങോട്ടേക്ക് പോകാം. അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ എനിക്ക് പോകാനൊരിടമില്ല. ഇടറിയ സ്വരത്തിൽ അവൾ അച്ചമ്മയോട് പറഞ്ഞു. ഒരു പൊട്ടിച്ചിരിയായിരുന്നു അവരുടെ മറുപടി. അവരുടെ ഭാവമാറ്റം കണ്ട് ആവണി പകച്ചുപോയി. നന്നായി, നിനക്ക് അത് തന്നെ കിട്ടണം. ഞാൻ കൂടെ വരുമെന്ന് സ്വപ്നം കണ്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ എൻ്റെ മോൾ അതങ്ങ് മറന്നേക്ക്. അച്ചമ്മയും സ്നേഹം നടിച്ച് എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ. ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? സ്നേഹം നടിച്ച് നിങ്ങൾ അടുത്തു കൂടിയപ്പോൾ ഞാൻ അതിൽ വീയാൻ പാടില്ലായിരുന്നു. എന്ന് ഞാൻ എൻ്റെ അമ്മയെ വാക്ക് ധിക്കരിച്ച് നിങ്ങളുമായി ബന്ധം സ്ഥാപിച്ചോ അന്ന് തുടങ്ങി എൻ്റെ കഷ്ടകാലം. ആവണിക്ക് എന്തെന്നില്ലാത്ത കുറ്റബോധം തോന്നി. നിന്ന് പ്രസംഗിക്കാതെ ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന്. അച്ചമ്മ അവളെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളി. ശേഷം അവർ അകത്ത് കയറി വാതിലടച്ചു. നിലതെറ്റി ആവണി മുറ്റത്തേക്ക് വീണു. ആ രംഗങ്ങൾ കണ്ടുകൊണ്ടാണ് ഗണേശന്റെ ഭാര്യ സുധ കയ്യിൽ സാധനങ്ങളുമായി അങ്ങോട്ടേക്ക് വന്നത്. അയ്യോ മോളെ, എന്തു പറ്റി? കയ്യിലിരുന്ന സാധനങ്ങൾ നിലത്തിട്ട് അവർ ഓടി വന്ന് അവളെ പിടിച്ചു. സുധ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ആവണി ദേഹത്ത് പറ്റിയ മണ്ണ് തൂത്തുകളഞ്ഞു. മോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? മോൾക്കിനിയും അവരുടെ തനി സ്വഭാവം മനസ്സിലായില്ലെന്നുണ്ടോ? അലിവോടെ സുധ ചോദിച്ചു. കുഞ്ഞമ്മ, എനിക്കറിയില്ലായിരുന്നു ഈ നിമിഷം വരെ അച്ചമ്മയ്ക്ക് ഈ വിവാഹത്തിൽ പങ്കുള്ള കാര്യം. സങ്കടത്തോടെ അവൾ അവരെ നോക്കി പറഞ്ഞു. എൻ്റെ മോളെ, നിന്നെ കരുതിക്കൂട്ടി എല്ലാവരും കൂടി ചതിച്ചതാ. സുധീഷിന്റെ അമ്മയുടെ കമ്പനിയിലെ മാനേജറാണ് നിന്റെ കൊച്ചച്ഛൻ. പണ്ട് സുധീഷിന്റെ അമ്മയുടെ അച്ഛനും നിന്റെ അച്ഛൻ്റെ അച്ഛനും തമ്മിൽ ബിസിനസ് പാർട്ട്ണർ ആയിരുന്ന കാര്യം നിനക്കറിയാലോ. പിന്നീട് മോളുടെ അച്ചാച്ചന്റെ മരണശേഷം ബിസിനസ് 2ആയി ഭാഗിച്ചു. നിന്റെ കൊച്ചച്ഛൻ ബിസിനസ് നോക്കി നടത്തി കടത്തിൽ മുങ്ങി നിന്ന സമയത്താണ് സുധീഷിന്റെ അമ്മ അവരുടെ കമ്പനിയിൽ അദ്ദേഹത്തിന് മാനേജറായി ജോലി നൽകിയത്. പിന്നീടാണ് അവരുടെ മകനും മോളുമായുള്ള വിവാഹം നടത്തി കൊടുക്കാൻ 25 ലക്ഷം രൂപ നൽകാമെന്ന് ഓഫർ നൽകിയത്. അതിനായി നിന്റെ അച്ഛമ്മ ഒരുക്കിയ കെണിയിൽ നീ വീഴുകയും ചെയ്തു. പെട്ടെന്നൊരു ദിവസം സ്നേഹം നടിച്ച് അവർ അടുത്തു കൂടിയപ്പോൾ മോൾ മനസ്സിലാക്കണമായിരുന്നു അതിനു പിന്നിൽ എന്തെങ്കിലും ചതി ഉണ്ടാകുമെന്ന്. മോളുടെ അമ്മയെയും മോളെയും തമ്മിൽ തെറ്റിച്ചാൽ മാത്രമേ അവരുടെ ഉദ്ദേശം നടക്കൂ എന്ന് അവർക്കറിയാമായിരുന്നു. മോളും അമ്മയും തമ്മിൽ വഴക്കിട്ട് പിണങ്ങാൻ വേണ്ടിയാണ് ഒരു നുണക്കഥ പറഞ്ഞ് അവർ നിന്നെ വിശ്വസിപ്പിച്ചത്. നീ സൗഭാഗ്യ പ്രസവിച്ച മകളല്ലെന്ന്.
ചെറുപ്പം മുതൽ അമ്മയ്ക്ക് നിന്നോട് അകൽച്ചയാണെന്ന് നീ പറഞ്ഞത് അവർ മുതലെടുത്തു. മോളും അമ്മയുമായി മാനസികമായ ഒരടുപ്പമില്ലെന്ന് മോളിൽ നിന്നും മനസ്സിലാക്കിയ ശേഷമാണ് നിന്റെ കൊച്ചച്ഛനും അച്ഛമ്മയും കൂടി ആലോചിച്ച് ഇങ്ങനെയൊരു നീക്കം നടത്തിയത്. അതിലവർ വിജയിക്കുകയും ചെയ്തു. ദുരഭിമാനിയായ നിന്റെ അമ്മയ്ക്ക് ഒരിക്കലും സ്വന്തം മകൾ തൻ്റെ വാക്ക് മറികടന്ന് അച്ഛൻ്റെ വീട്ടുകാരുമായി ബന്ധം സ്ഥാപിക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് ഇവർക്ക് അറിയാമായിരുന്നു. അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കാകുമ്പോൾ മോൾ അമ്മയോട് ഞാൻ നിങ്ങളുടെ സ്വന്തം മകളല്ലല്ലോ എന്ന് ചോദിക്കുക കൂടി ചെയ്താൽ പിന്നെ സൗഭാഗ്യ മോളുമായി പിണക്കത്തിലാകുമെന്ന് ഉറപ്പായിരുന്നു. കാര്യങ്ങൾ അതുപോലെ തന്നെ സംഭവിച്ചു. പിന്നെ എന്നെ മോളുടെ മുന്നിൽ അച്ഛമ്മയെ നിരന്തരം ദ്രോഹിക്കുന്ന മരുമകളായി ചിത്രീകരിച്ചുകൊണ്ട് ആ വീട്ടിൽ കയറിപ്പറ്റി. അതോടെ മോളുടെ അമ്മയുടെ ദേഷ്യം വർദ്ധിക്കുകയും ചെയ്തു. പിന്നെ എന്തൊക്കെയാണ് നടന്നതെന്ന് മോൾക്കും അറിയാവുന്നതല്ലേ. നിന്റെ കൊച്ചച്ഛനെ മുന്നിൽ നിർത്തി പിന്നിൽ കളിച്ചത് നിന്റെ അച്ഛമ്മയായിരുന്നു. എല്ലാം പണത്തിനു വേണ്ടിയായിരുന്നു. പലപ്പോഴും മോളോട് സത്യം തുറന്നു പറയാൻ ഞാൻ ശ്രമിച്ചതാണ്. പക്ഷേ അതിനുള്ള അവസരം കിട്ടിയിരുന്നില്ല. എല്ലാം അവർ തീരുമാനിച്ച പോലെ നടന്നു. ഇനിയെങ്കിലും മോൾ അമ്മയെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഉണ്ടായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അമ്മയോട് മാപ്പ് ചോദിച്ച സൗഭാഗ്യ ഉറപ്പായും നിന്നോട് ക്ഷമിക്കും. സ്വന്തം മകളെ തള്ളി പറയാൻ ഒരമ്മയ്ക്കും കഴിയില്ല. എന്നും എപ്പോഴും താങ്ങായി അമ്മ മാത്രമേ ഉണ്ടാവൂ. സുധ പറഞ്ഞതെല്ലാം കേട്ടു നിൽക്കാനേ ആവടിക്ക് കഴിഞ്ഞുള്ളൂ. തൻ്റെ ബുദ്ധിശൂന്യയായ പ്രവൃത്തി കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. തൻ്റെ ജീവിതം നശിക്കാൻ കാരണം താൻ തന്നെയാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള വിവേകം തനിക്കില്ലാതെ പോയി. എങ്കിൽ അവളുടെ ചതിക്കുഴിയിൽ വീഴില്ലായിരുന്നു. ആവണിക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നി. തൻ്റെ അമ്മ തന്നെയാണ് ശരിയെന്ന് അവൾക്ക് ഒന്നുകൂടെ ബോധ്യമായി. അച്ചമ്മയുടെ വാക്കുകൾ വിശ്വസിച്ച് സ്വന്തം അമ്മയെ അന്യയായി കണ്ട നിമിഷത്തെ അവൾ മനസ്സാൽ ശപിച്ചു. അന്ന് അമ്മയോട് അതേ ചൊല്ലി വഴക്കിട്ടപ്പോൾ അമ്മയ്ക്ക് എന്തുമാത്രം വേദന തോന്നിക്കാണും എന്നോർത്തപ്പോൾ അവളുടെ നെഞ്ച് നീറിപ്പുകഞ്ഞു. അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ തെറ്റുകൾക്ക് അമ്മയുടെ കാലിൽ വീണ് മാപ്പിരക്കാൻ അവൾ അതിയായി ആഗ്രഹിച്ചു. പക്ഷേ ആവണിക്ക് അമ്മയുടെ മുന്നിലേക്ക് ചെല്ലാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. സുധിയോട് യാത്ര പറഞ്ഞ് അവൾ സുധീഷിന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്കുള്ള യാത്രയിലുടനീളം ആവണിയുടെ മനസ്സ് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ട്രാഫിക് ബ്ലോക്ക് കാരണം നേരം വൈകിയാണ് ആവണി വീട്ടിലെത്തിയത്. ചെന്ന് കയറുമ്പോൾ ആവണി കണ്ടത് ഹാളിൽ സോഫയിൽ ഇരിക്കുന്ന ഗീതയെയാണ്. അരികിൽ സുരേന്ദ്രനും ഉണ്ടായിരുന്നു. സുധീഷിന്റെ അമ്മയെ സുരേന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരുന്നു. രോഗം ഏതാണ്ട് ഭേദമായിരുന്നു അവർക്ക്. ആവണി പ്രതീക്ഷിച്ച പോലെ ഗീതയുടെ ഭാഗത്തു നിന്നും യാതൊരു ആക്രമണവും ഉണ്ടായില്ല. മോളെ എവിടെ പോയതാ? അവളെ കണ്ടതും സുരേന്ദ്രൻ ചോദിച്ചു. ഒരു നിമിഷം അയാളുടെ ചോദ്യത്തിന് മുന്നിൽ ആവണിക്ക് ഉത്തരം മുട്ടി. സുധീഷ് എന്നെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചാ. അഡ്വക്കേറ്റിനെ കണ്ട് മടങ്ങി വരുന്ന വഴി ഞാൻ അച്ചമ്മയെ കാണാൻ ഇറങ്ങി. അവരും കൂടി ചേർന്നുള്ള ഒത്തുകളിയായിരുന്നു ഈ വിവാഹം. അവൾ നടന്ന കാര്യങ്ങൾ അച്ഛനോട് പറഞ്ഞു. എല്ലാം കേട്ടുകൊണ്ട് സുധിയുടെ അമ്മയും നിശബ്ദമിരുന്നു. മോളെ. കേട്ടത് ഉൾക്കൊള്ളാൻ കഴിയാതെ അയാൾ വിളിച്ചു. ഞാൻ പറഞ്ഞത് സത്യമാണച്ചാ. ഇനി അധിക ദിവസം ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല. ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ വീട് വിട്ടിറങ്ങും. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണം മോളെ. നന്നായി ആലോചിച്ചു പോരെ? അച്ഛാ, സുധിയേട്ടനോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറായതാണ്. എല്ലാം മറന്ന് ഒരുമിക്കാമെന്ന് അറിയിച്ചതാണ്. അപ്പോൾ സുധിയേട്ടൻ തന്നെയാണ് എന്നോട് ഡിവോഴ്സ് ആവശ്യപ്പെട്ടത്. അവനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം മോളെ. വേണ്ടച്ചാ, ഇനി അതിൻ്റെ ആവശ്യമില്ല. എല്ലാം സുധിയേട്ടൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ഞാനും ഇതിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ആവണി ഗീതയുടെ അടുത്തേക്ക് ചെന്നു. അമ്മയെ ഞാൻ വേദനിപ്പിച്ചുവെങ്കിൽ മാപ്പാക്കണം. എന്തെങ്കിലും തെറ്റെൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണം. അവൾ അവരുടെ കരം കവർന്നു. അതുവരെ നിശബ്ദമായിരുന്ന ഗീത പെട്ടെന്നാണ് പൊട്ടിക്കരഞ്ഞത്. അവൾ തന്നോട് ചേർത്ത് പിടിച്ചു. അമ്മയോട് മോൾ ക്ഷമിക്ക്. എല്ലാം എൻ്റെ തെറ്റായിരുന്നു. ഇത്രയും വർഷം ഒരു ഭ്രാന്തിയെ പോലെയാണ് ഞാൻ കഴിഞ്ഞത്. ഇത്രയും ദ്രോഹങ്ങൾ ഞാൻ മോളോടും ശ്രീനിയോട്ടനോടും ചെയ്തിട്ടും അതൊന്നും മനസ്സിൽ വെക്കാതെ മോൾ അമ്മയോട് ക്ഷമിച്ചത് തന്നെ മോളുടെ നല്ല മനസ്സുകൊണ്ടാണ്. ഞാൻ ഇന്ന് ഇത്രയും മാറിയെങ്കിൽ അതിന് കാരണം ആവണി മോൾ മാത്രമാണ്. ഞാനാണ് മോളോട് ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കേണ്ടത്. ആവണി വിശ്വാസം വരാതെ അവരെ നോക്കി. സംശയം വേണ്ട മോളെ, ഈ ഏറ്റുപറച്ചിൽ ആത്മാർത്ഥമായി തന്നെയാണ്, സുരേന്ദ്രൻ പറഞ്ഞു. ആവണിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഒരാഴ്ച കടന്നുപോയി.
അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. രാവിലെ കമ്പനിയിൽ ഫയലുകൾ നോക്കിയിരിക്കുമ്പോഴായിരുന്നു സുധീഷിന് അഡ്വക്കേറ്റ് ഹരിശങ്കറിന്റെ കാൾ വന്നത്. പെറ്റീഷൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് സുധീഷിനെ അറിയിച്ചു. വൈകുന്നേരം കമ്പനിയിൽ നിന്നും ഇറങ്ങിയ സുധീഷ് ഹരിശങ്കറിനെ കണ്ട് പെറ്റീഷൻ വാങ്ങിയ ശേഷമാണ് വീട്ടിലേക്ക് പോയത്. രാത്രി അത്താഴം കഴിച്ചു കഴിഞ്ഞ സമയത്താണ് സുധീഷ് ആവണിയോട് ഡിവോഴ്സ് പെറ്റീഷൻ തയ്യാറാക്കി കിട്ടിയ കാര്യം അറിയിച്ചത്. സുധീഷ് അഡ്വക്കേറ്റ് നൽകിയ പെറ്റീഷൻ സൈൻ ചെയ്യാൻ വേണ്ടി ആവണിക്ക് കൊടുത്തു. അവൾ അവന്റെ കയ്യിൽ നിന്നും അത് വാങ്ങി മറിച്ചു നോക്കി. സുധീഷ് അതിൽ നേരത്തെ തന്നെ ഒപ്പുവെച്ചിരിക്കുന്നത് അവൾ കണ്ടു. ആവണിയും അതിൽ സൈൻ ചെയ്തു കൊടുത്തു. എല്ലാം കണ്ടുകൊണ്ട് സുരേന്ദ്രനും ഗീതയും ഹാളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനോടകം തന്നെ ഇരുവരും മകനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആവതും ശ്രമിച്ച് പരാജയപ്പെട്ടിരുന്നു. സുധീഷ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിന്നു. അതോടെ ഇരുവരും പിൻവാങ്ങി. മകന്റെ വിവാഹ ജീവിതം കൺമുന്നിൽ അവസാനിക്കുന്നത് കണ്ടു നിൽക്കാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ. എല്ലാത്തിനും കാരണക്കാരി താൻ തന്നെയാണല്ലോ എന്ന കുറ്റബോധം ഗീതയെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ആ രാത്രി സുധീഷ് ഒഴികെ ആ വീട്ടിൽ ആരും ഉറങ്ങിയിരുന്നില്ല. കൊണ്ടുപോകേണ്ട സാധനങ്ങൾ രാത്രി തന്നെ ആവണി ബാഗിലേക്ക് വെച്ചു. പിറ്റേന്ന് രാവിലെ അവൾ മൂവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തയ്യാറായി. സുരേന്ദ്രനും ഗീതയ്ക്കും അവളെ തടയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആവണി തന്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നു. അവളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് ബോധ്യമായതുകൊണ്ട് ഇരുവർക്കും നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ആവണിയുടെ തീരുമാനത്തിനോട് സുധീഷും യോജിച്ചു. ഇനി നമുക്ക് കോടതിയിൽ കാണാം സുധിയേട്ടാ, ഞാൻ ഇറങ്ങട്ടെ. ആവണി അവനോട് ചോദിച്ചു. ഇത് 5 ലക്ഷം രൂപയുടെ ചെക്കാണ്. ഞാൻ കാരണം നിന്റെ ജീവിതം നശിച്ചുവെന്ന് നീ എപ്പോഴും പറയുന്നതല്ലേ, നഷ്ടപരിഹാരമായി വെച്ചോളൂ. സുധീഷ് എഴുതി ഒപ്പിട്ട ചെക്ക് ലീഫ് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അവൾ ഒരു നിമിഷം അതിലേക്ക് നോക്കിയ ശേഷം അത് വലിച്ചു കീറി എറിഞ്ഞു. നിങ്ങളുടെ പണം എനിക്ക് വേണ്ട. എനിക്കുണ്ടായ നഷ്ടം ഞാൻ സഹിച്ചുകൊള്ളാം. എന്റെ ജീവിതത്തിന് വിലയിടാൻ മാത്രം നിങ്ങൾ വളർന്നിട്ടില്ല. ആവണി പിന്തിരിഞ്ഞു നടന്നു. ആവണി, ഒരു നിമിഷം. പിന്നിൽ നിന്നും സുധീഷ് വിളിച്ചു. അവൾ തിരിഞ്ഞ് അവനെ നോക്കി. എന്താ? ഞാൻ കെട്ടിയ താലി കൂടി അയച്ചു വെച്ചിട്ട് പോയിക്കോ. അവളുടെ കൈകൾ കഴുത്തിലെ താലിയിൽ മുറുകി. കെട്ടിയ ആൾ തന്നെ അത് അയച്ചെടുത്തോളൂ. ആവണിയുടെ ഒച്ച ഹാളിൽ മുഴങ്ങിക്കേട്ടു. സുധീഷ് നടന്നു വന്ന് അവളുടെ കഴുത്തിൽ കിടന്ന താലി അയച്ചെടുത്തു. അത് കണ്ട് സാരിത്തുമ്പ് വായിലേക്ക് അമർത്തി ഗീത വിങ്ങിപ്പൊട്ടി. സുരേന്ദ്രൻ ഭാര്യയെ ചേർത്ത് പിടിച്ചു. പിന്തിരിഞ്ഞു നോക്കാതെ ആവണി ആ വീടിന്റെ പടിയിറങ്ങുമ്പോൾ എങ്ങോട്ടാണെന്നറിയാതെ അവൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. എവിടെ പോകും, എന്തു ചെയ്യും എന്നൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു. അമ്മയുടെ അടുത്തേക്ക് പോയാലോ എന്ന് പലതവണ ചിന്തിച്ചുവെങ്കിലും അവൾക്കതിന് ധൈര്യം വന്നില്ല. ആവണി തൊട്ടടുത്ത് കണ്ട ബൂത്തിലേക്ക് കയറി. രണ്ടും കൽപ്പിച്ച് അവൾ അഖിലേഷിനെ ഫോൺ ചെയ്തു. ഹലോ. അഖിലേഷിന്റെ സ്വരം ഫോണിലൂടെ ഒഴുകിയെത്തി. ഏട്ടാ, ഞാൻ ആവണിയാണ്. എനിക്കൊന്ന് കാണണമായിരുന്നു. ആവണി അവൾ നിൽക്കുന്ന സ്ഥലം അവന് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ വരാം ഞാൻ. ആശ്വാസത്തോടെ ആവണി ഫോൺ കട്ട് ചെയ്തു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അഖിലേഷ് ആവണി നിൽക്കുന്ന ബസ് സ്റ്റോപ്പിലെത്തി. കയ്യിൽ ബാഗുമായി നിൽക്കുന്ന ആവണിയെ കണ്ട് അവൻ കാര്യം തിരക്കി. അവൾ അവനോട് നടന്നതെല്ലാം പറഞ്ഞു. അവന് നിന്നെ വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും അവിടെ തുടരുന്നതിൽ അർത്ഥമില്ല. വരുന്ന പോലെ വരട്ടെ. ഇനി അതോർത്ത് നീ വിഷമിക്കേണ്ട. നീ വന്ന് വണ്ടിയിൽ കയറൂ. അഖിലേഷ് ആവണിയുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങിച്ച് കാറിൽ കൊണ്ടുപോയി വെച്ചു. മുൻസീറ്റിൽ അവന്റെ അടുത്തായി അവളും കയറിയിരുന്നു. അഖിലേഷ് കാർ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? നിന്റെ വീട്ടിലേക്ക്. അവിടേക്ക് ഞാൻ വരില്ല. അമ്മയുടെ മുന്നിലേക്ക് ചെല്ലാനുള്ള ധൈര്യം എനിക്കില്ല. എന്നെ അങ്ങോട്ട് കൊണ്ടുപോകല്ലേ ഏട്ടാ. ആവണി കരഞ്ഞു പറഞ്ഞു. പിന്നെ നീ എങ്ങോട്ട് പോവാനാ ആവണി? അച്ഛമ്മയുടെ വീട്ടിൽ വിടട്ടെ നിന്നെ? വേണ്ട, അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല. ആവണി ഗണേശന്റെ ഭാര്യയിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ അവനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അഖിലേഷിന് ദേഷ്യം ഇരച്ചു കയറി. നീ ഇത്രക്ക് മന്ദബുദ്ധി ആയല്ലോ ആവണി. ഇനിയെങ്കിലും ആൾക്കാരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നേ. എന്തായാലും നമുക്ക് നിന്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ പോകാം. വേണ്ട ഏട്ടാ, അമ്മ എന്നെ അടിച്ചു പുറത്താക്കും. അമ്മയുടെ മുഖത്ത് നോക്കാനുള്ള ശക്തി എനിക്കില്ല. തെറ്റ് എൻ്റെയാ. അഖിലേഷേട്ടൻ എന്നെ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടാക്കിയാൽ മതി. അമ്മ എന്നെ സ്വീകരിക്കില്ലെന്ന് എനിക്കുറപ്പാ. ആവണി അവനോട് കെഞ്ചി. ആദ്യം നമുക്ക് അമ്മയെ പോയി കണ്ട് സത്യാവസ്ഥ ബോധിപ്പിക്കാം. എന്നിട്ടും അമ്മ നിന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. അവർ ചെല്ലുമ്പോൾ സിറ്റൗട്ടിൽ പത്രം വായിച്ചിരിക്കുകയായിരുന്നു ആവണിയുടെ അമ്മ സൗഭാഗ്യ.
ചിരിയോടെ അഖിലേഷ് ഡോർ തുറന്ന് പുറത്തിറങ്ങി. അവനെ കണ്ടതും സൗഭാഗ്യയുടെ മുഖത്തും പുഞ്ചിരി വിടർന്നു. ഇടതുവശത്ത് ഡോർ തുറന്ന് മടിച്ചു മടിച്ച് ആവണിയും ഇറങ്ങി. അവളെ കണ്ടതും അവളുടെ മുഖത്ത് ചിരി മാഞ്ഞു. ഞാൻ നിന്റെ അമ്മയല്ലല്ലോ, പിന്നെ എന്ത് ബന്ധത്തിന്റെ പേരിലാ നീ ഇങ്ങോട്ട് കയറി വന്നത്? സൗഭാഗ്യ ആവണിയുടെ നേരെ തിരിഞ്ഞു. അമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, മാപ്പാക്കണം. അമ്മയെ മനസ്സിലാക്കാൻ വൈകിപ്പോയി. ആവണി ഓടിച്ചെന്ന് അവളുടെ കാൽക്കൽ വീണു. മോനെ, നീ ഇവളെയും വിളിച്ചു കൊണ്ടുപോയിക്കോ, എനിക്കിങ്ങനെ ഒരു മകളില്ല. സൗഭാഗ്യ അഖിലേഷിനെ നോക്കി പറഞ്ഞു. അമ്മേ, അമ്മ കൂടി അവളെ ഉപേക്ഷിച്ച എങ്ങനെയാ? സുധീഷ് അവളെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. അവൾ ആ വീട് വിട്ടു പോന്നു. അഖിലേഷ് അവൾ പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ വിശദമായി ആവണിയോട് അമ്മയോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം സൗഭാഗ്യ പറഞ്ഞു, ഇവളായിട്ട് വരുത്തി വെച്ചതല്ലേ എല്ലാം. എന്റെ വാക്ക് ധിക്കരിച്ച് തന്നിഷ്ടം കാണിച്ചതല്ലേ, അനുഭവിക്കട്ടെ സ്വയം. അമ്മയുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. ഒരു പെൺകുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് എപ്പോഴും അമ്മമാർ ആയിരിക്കണം. ഇവിടെ അങ്ങനെ ആയിരുന്നോ? ആവണിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എപ്പോഴെങ്കിലും ഗൗരവം വെടിഞ്ഞ് സ്നേഹത്തോടെ അമ്മ അവളെ ലാളിച്ചിട്ടുണ്ടോ? അവളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും കേൾക്കാനുള്ള മനസ്സ് കാണിച്ചിട്ടുണ്ടോ? സാധാരണ ഒരമ്മയും മകളും തമ്മിലുള്ള വൈകാരികമായ ഒരു ആത്മബന്ധം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. അമ്മ എപ്പോഴും അച്ഛനെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ. മകളെ മനസ്സിലാക്കാൻ അമ്മ ശ്രമിക്കണമായിരുന്നു. ആവണിയോട് അച്ഛമ്മ അവൾ അമ്മയുടെ മകളല്ല എന്ന് പറഞ്ഞു കൊടുത്തപ്പോ തിരുത്താൻ അമ്മ ശ്രമിച്ചില്ല. പകരം അതിൻ്റെ പേരും പറഞ്ഞ് മിണ്ടാതെ മാറി നിന്നു. അവളെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയ്ക്ക് അവളോടുള്ള അകൽച്ചയുടെ കാരണം ഒരു പക്ഷേ അച്ഛമ്മ പറഞ്ഞു കൊടുത്തതായിരിക്കുമെന്ന് അവൾ വിശ്വസിച്ചതിൽ തെറ്റു പറയാനും പറ്റില്ല. കാരണം ഒരിക്കൽ പോലും അമ്മ അവളോട് മനസ്സു തുറന്ന് സംസാരിക്കാനോ സ്നേഹത്തോടെ ഒന്ന് തലോടാനോ ശ്രമിച്ചിട്ടില്ല. അഖിലേഷ് പറഞ്ഞു, മോൻ പറഞ്ഞതും ശരിയാണ്. പക്ഷേ എനിക്ക് അവളോട് സ്നേഹമില്ലായിരുന്നു എന്ന് മാത്രം പറയരുത്. അവളുടെ അച്ഛനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചത് കൊണ്ടാണ് ദൈവം അദ്ദേഹത്തെ വേഗം കൊണ്ടുപോയത്. അവളോട് അടുത്തു പോയാൽ അവളെ കൂടി എനിക്ക് നഷ്ടമാകുമോ എന്ന് ഭയമാണ് സ്നേഹം പുറത്ത് കാണിക്കാതെ ഗൗരവക്കാരിയായ അമ്മയായി നിന്നത്. എൻ്റെ മകൾ എന്നും എൻ്റെ ഒപ്പം വേണമെന്ന് കരുതിയാണ് അവളോട് ഞാൻ കുട്ടിക്കാലം മുതലേ അകൽച്ച പാലിച്ചത്. അമ്മേ, സ്നേഹം ഉള്ളിൽ കുഴിച്ചു മൂടാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കണം. അമ്മ അവൾക്ക് വേണ്ടുന്ന സ്നേഹവും കരുതലും കൊടുത്തിരുന്നുവെങ്കിൽ ഒരിക്കലും അവൾ അച്ഛമ്മയുടെ കെണിയിൽ വീയില്ലായിരുന്നു. അവളോട് അവരുമായി ഒരു ബന്ധം വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ അറിയാതെ അവൾ രഹസ്യമായി അവരോട് മിണ്ടിയില്ലേ? ഞാൻ സ്വന്തം അമ്മയല്ല എന്ന് വരെ എന്റെ മുഖത്ത് നോക്കി അവൾ വിളിച്ചു പറഞ്ഞില്ലേ? നൊന്തുപറ്റൊരമ്മയ്ക്കും അത് സഹിക്കില്ല. അത്രയും നാളും അവളെ വളർത്തി വലുതാക്കിയതല്ലേ. എന്നെക്കാൾ അവൾക്ക് വിശ്വാസം അവരായിരുന്നില്ലേ? അവളുടെ ചതി സ്വയം മനസ്സിലാക്കട്ടെ എന്ന് കരുതി തന്നെയാ ഞാൻ അന്നത് തിരുത്താൻ മുതിരാതിരുന്നത്. പക്ഷേ ഞാൻ അവളോട് ക്ഷമിക്കുമായിരുന്നു. അവൾ ആ സ്ത്രീയെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാതിരുന്നെങ്കിൽ. ആ വൃത്തികെട്ട സ്ത്രീയെ ഇങ്ങോട്ട് കൊണ്ടുവരിക കൂടി ചെയ്തപ്പോ ഇവളോട് എനിക്ക് വെറുപ്പായി. അമ്മ അവണിയോട് കാണിച്ച അകൽച്ച അവർ മുതലെടുത്തു. അമ്മയുടെ ഭാഗത്തും തെറ്റുണ്ട്. കാര്യങ്ങൾ പറഞ്ഞ് അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കണമായിരുന്നു. അവണിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മോൻ എന്തൊക്കെ പറഞ്ഞാലും ഇവളോട് ഞാൻ ക്ഷമിക്കില്ല. ഇവളെയും വിളിച്ചുകൊണ്ട് അഖിലേഷ് ചെല്ല്. സൗഭാഗ്യ പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ ഏട്ടനോട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന്. അമ്മ എന്നെ സ്വീകരിക്കില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. ആവണി അഖിലേഷിനോട് പറഞ്ഞു. ഇനി അമ്മയെ ശല്യപ്പെടുത്താൻ ഞാൻ വരില്ല. ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയി നിന്നോളാം ഞാൻ. കരഞ്ഞുകൊണ്ട് ആവണി ഓടിപ്പോയി കാറിൽ കയറി. സൗഭാഗ്യ അഖിലേഷിന് നേരെ തിരിഞ്ഞു. മോനെ, അവളെ നോക്കിക്കൊള്ളണം. ഇപ്പോഴും വകതിരിവില്ല അവൾക്ക്. കുറച്ചുനാൾ ഒറ്റയ്ക്ക് നിന്ന് പഠിക്കട്ടെ. എൻ്റെ മോളല്ലേ അവൾ. അവളോട് ക്ഷമിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറും വരെ അവൾ ഹോസ്റ്റലിൽ തന്നെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ തന്നെ അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. ഒറ്റയ്ക്ക് ജീവിച്ച് പഠിക്കട്ടെ. എന്നാലേ ഒരു ധൈര്യം വരൂ. മോൻ ഇതൊന്നും തൽക്കാലം അവളോട് പറയാൻ നിൽക്കേണ്ട. എന്നാ ശരിയമ്മേ, ഞാൻ ഇറങ്ങട്ടെ. സൗഭാഗ്യയോട് യാത്ര പറഞ്ഞ് അവൻ ഇറങ്ങി. ആവണിയെ അഖിലേഷ് ഹോസ്റ്റലിലാക്കിയ ശേഷം മടങ്ങിപ്പോയി. പോകാൻ നേരം അഖിലേഷ് അവൾക്കൊരു ഫോണും സിം കാർഡും കൂടി വാങ്ങിക്കൊടുത്തു. ഹോസ്റ്റലിൽ വെറുതെ ഇരിക്കാതെ ആവണി അടുത്തൊരു PSC കോച്ചിങ് സെന്ററിൽ പോയി തുടങ്ങി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. അഖിലേഷ് വഴി ആവണിയുടെ കാര്യങ്ങളെല്ലാം സൗഭാഗ്യ അറിയുന്നുണ്ടായിരുന്നു. ആവണിയിലും നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പഴയതെല്ലാം അവൾ കഴിവതും ഓർക്കാതിരിക്കാൻ ശ്രമിച്ചു. അഖിലേഷ് നല്ലൊരു സുഹൃത്തിനെ പോലെ അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അവന്റെ മനസ്സിൽ വീണ്ടും പ്രതീക്ഷയുടെ തിരി തെളിഞ്ഞു.
സുധീഷിന്റെയും അവളുടെയും ഡിവോഴ്സ് കേസ് കഴിഞ്ഞ ശേഷം അവളോട് അതേപറ്റി സംസാരിക്കാൻ അഖിലേഷ് തീരുമാനിച്ചു. ഒരു ദിവസം രാവിലെ പതിവ് പോലെ അവിടെ ഹോസ്റ്റലിൽ നിന്നിറങ്ങി കോച്ചിങ് സെന്ററിലേക്ക് പോകവെയാണ് അപ്രതീക്ഷിതമായി അവളെ കാണാനായി സുധീഷ് എത്തിയത്. ഒരു നിമിഷം അവനെ അവിടെ കണ്ട് ആവണി ഞെട്ടി. നാളെയാണ് കോടതിയിൽ പോകേണ്ട ദിവസം. എന്തിനായിരിക്കും ഇത്ര മാസങ്ങൾ കഴിഞ്ഞ് സുധീഷ് തന്നെ കാണാനെത്തിയതെന്ന് അവൾ ആലോചിച്ചു. ആവണിയെ കണ്ടതും സുധീഷ് വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു. അവന്റെ എല്ലും തോലുമായ രൂപം അവളെ ഞെട്ടിച്ചു. ആവണി, നിനക്ക് സുഖമല്ലേ? നിന്നെ തിരയാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. ഒടുവിൽ അഖിലേഷിനെ വിളിച്ചു ചോദിച്ചപ്പോയാ നീ ഇവിടെയുണ്ടെന്ന് അറിഞ്ഞത്. ഇത്രയും നാളിന് ശേഷം നിങ്ങൾ വീണ്ടും എന്നെ തേടി വന്നത് എന്തിനാ? കെട്ടുതാലി വരെ അയച്ചു വാങ്ങിയതല്ലേ നിങ്ങൾ? നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചല്ലേ ഞാൻ ആ വീടിന്റെ പടിയിറങ്ങിയത്. പഴയതൊക്കെ മറന്ന് നിന്നെ തിരിച്ചു വിളിച്ചു കൊണ്ടുപോകാനാ ഞാൻ വന്നത്. നീ പോയ ശേഷം ഞാൻ ശരിക്കൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. അപ്പോഴുള്ള ദേഷ്യത്തിൽ ഞാൻ അങ്ങനെയൊരു അവിവേകം കാണിച്ചു പോയി. നിന്റെ കാലിൽ വീണ് ഞാൻ മാപ്പ് ചോദിക്കാം. ഒരവസരം കൂടി എനിക്ക് തന്നൂടെ? എല്ലാം എന്റെ തെറ്റ് തന്നെയാണ്. ഇനി ഒരിക്കലും നിന്നെ ഞാൻ കരയിപ്പിക്കില്ല ആവണി. എന്നെ തിരിച്ചു കൊണ്ടുപോകാനാണ് വന്നതെങ്കിൽ സുധിയേട്ടന് പോകാം. ഞാനിപ്പോൾ പഴയ ആവണിയല്ല. എൻ്റെ മനസ്സിൽ പോലും ഈ മുഖമില്ല. ഇനി നിങ്ങളോട് ഞാൻ ക്ഷമിക്കില്ല. ഒരിക്കൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറായതാണ്. അന്ന് നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടത് ഡിവോഴ്സാണ്. നാളെ കോടതിയിൽ കാണാം നമുക്ക്. ഈ മുഖം കാണുന്നത് തന്നെ എനിക്കിഷ്ടമല്ല. വെറുപ്പോടെ ആവണി തിരിഞ്ഞു നടന്നു. ആവണി, നാളെ കോടതിയിൽ ഈ ബന്ധം പിരിയാൻ എനിക്ക് സമ്മതമില്ല എന്നേ ഞാൻ പറയൂ. നിന്നെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയില്ല. എനിക്കിനി നീ മാത്രമേ ഉള്ളൂ. അത് വകവെക്കാതെ അവൾ നടന്നുപോയി. നിറ കണ്ണുകളോടെ അവൾ പോകുന്നതും നോക്കി അവൻ നിന്നു. പിറ്റേന്ന് അഖിലേഷിനൊപ്പമാണ് ആവണി കോടതിയിലെത്തിയത്. ആദ്യത്തെ കേസ് സുധീഷിന്റെയും ആവണിയുടെയും ആയിരുന്നു. മുഖാമുഖം നോക്കി സാക്ഷിക്കൂട്ടിൽ ആവണിയും സുധീഷും നിന്നു. പരസ്പര സമ്മതപ്രകാരമാണോ നിങ്ങൾ വിവാഹബന്ധം വേർപ്പെടുത്താൻ തീരുമാനിച്ചത്? ചോദ്യം സുധീഷിനോടായിരുന്നു. എല്ലാവരുടെയും നോട്ടം സുധീഷിൽ തറഞ്ഞു നിന്നു. ആവണിയുടെ നെഞ്ചിടിപ്പ് ഉയർന്നു. തുടരും. നാളെ രാത്രി ഇനിയൊരു ജന്മം കൂടി എന്ന കഥയുടെ ക്ലൈമാക്സ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ കഥയ്ക്ക് ഇനി ഒരു അവസാന പാട്ട് കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. നാളെ തന്നെ ഇതിന്റെ അവസാന പാട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. രചന ശിവ.